എവിടെ പോയി കിടന്നു? ആണുങ്ങളായ ഉണ്ണി പറഞ്ഞ വാക്കിനൊരു വില വേണ്ട. അക്കൗണ്ട് ഇടാന്ന് പറഞ്ഞ കാര്യം വിളിച്ചാ ഫോണ് കിട്ടുകയില്ല. ഓ ഇവിടെ നമ്മുടെ പരീക്ഷിക്കാനായിട്ടാണ്. നടക്കൂലല്ലേ? നടക്കൂലല്ലേ? ഓടും ഓടും. ഓടണ ഞാൻ കാണണ്ടല്ലോ. നിനക്കിപ്പോ എന്താ വേണം? എനിക്കൊന്നും വേണ്ട. എനിക്കല്ലോ വേണ്ടത്. ഫോൺ എടുക്കണില്ലല്ലോ. എന്താ ആവശ്യമില്ല. ഞാൻ ഒന്നാമത് എനിക്ക് തന്നെ എന്നെ ഇഷ്ടപ്പെടാതെ നിൽക്കുകയാണ്. എന്നോട് ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. ഞാൻ നല്ല മലയാളത്തിൽ പറഞ്ഞ് മനസ്സിലാക്കിയതാ. വേണ്ട മോനെ, വേണ്ട മോനെ, വേണ്ട മോനെ. അപ്പൊ എന്നെ തിന്നാൻ വന്നില്ലേ? വേണോ വേണ്ടെന്ന് ഞാൻ ആലോചിച്ചോളാം കേട്ടാ. നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നീ പങ്കെടുക്കുക, ഇല്ലെങ്കിൽ നിനക്ക് വേണ്ടെന്ന് വെക്കുക. എനിക്ക് പങ്കെടുക്കണം. ഞാൻ ക്രിസ്മസ് നല്ല ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, നാട്ടുകാരെ മുഴുവൻ വിളിക്കണ്ടല്ലോ നമ്മള്. അതെ, ആഘോഷത്തിന് വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കറിയാതെ ആഘോഷിക്കാൻ. ആ വാക്ക് കൊടുത്ത ദിവസം എന്നാ? നാളെയാ. എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ബോധമല്ലാതെ എന്നിട്ട് എന്തിനാ വരികിനെ പോലെ നടക്കണ? എന്തിനാ? എന്താ നീ കളിക്കരുത് കേട്ടാ. മനുഷ്യന് മുള്ളിൽ നിൽക്കുമ്പോ അതിന്റെ രീതിക്ക് നീ സംസാരിക്കണം. ക്ലീറ്റോന് ഇതിന് വല്ല ആവശ്യം ഉണ്ടായോ? ആവശ്യമുള്ള കാര്യമാണോ? ഇത് ആവശ്യമുള്ള കാര്യം തന്നെയാണ്. ഒരു ആഘോഷം എന്ന് പറയുന്നത് അത് കുഴപ്പമൊന്നുമില്ലാത്ത കാര്യം തന്നെയാണ്. അത് ആഘോഷിക്കും. ആഘോഷിക്കും. എങ്ങനെ ആഘോഷിക്കും? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ കയ്യിൽ 10 പൈസ ആകെ ഉള്ളത് ഈ നൂലാണ്. അത് ഞാൻ ഊരി തരില്ല. അതെ, നിന്റെയോ നിന്റെ വീട്ടിലെ ഒരു മനുഷ്യന്റെ സഹായം എനിക്ക് വേണ്ടി ഇല്ലാതെ ഞാൻ ആഘോഷിച്ച് കാണിച്ചു തരാം. എങ്ങനെ? ഒന്ന് കാണിച്ചു തരുമോ? നിങ്ങൾക്ക് ഈ വാക്ക് പറയാൻ മാത്രമല്ലേ പറ്റുള്ളൂ. ഇത് മുൻകൂട്ടി കണ്ടിട്ടല്ലേ ഞാനൊന്ന് പറഞ്ഞത്. ഇത് വേണ്ട, ഇത് വേണ്ട ക്ലീറ്റോ എന്ന് സമ്മതിച്ചോ? പൈസ ഒരുത്തൻ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ തരും. നിങ്ങൾ ചോദിച്ചാൽ ലോകത്ത് ഒരാളും പൈസ തരില്ല. കാരണം മേടിച്ചവർക്ക് ഒന്നും തിരിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. അത് ഞാൻ കൊടുത്തോ ഇല്ലോ നിനക്കറിയില്ലല്ലോ. അത് ഇത് ഇപ്പൊ എനിക്ക് ഞാൻ വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് നടത്തും. ഞാൻ അത് എനിക്കറിയാൻ നടത്താം. എങ്ങനെ നടത്തിയാ നിനക്കെന്താ? എങ്ങനെ നടത്തും? എങ്ങനെയാണ് ഞാൻ നടത്തി കാണിച്ചു തരും. കേക്കട്ടെ, എല്ലാരും കേക്കട്ടെ. നാട്ടുകാർ കേക്കട്ടെ. നാണുണ്ടോ നിങ്ങൾക്ക്? എന്തിനാ കാണിക്കണേ? എന്താ നാണിക്കേണ്ട കാര്യം? എന്താ വലിയ രക്ഷപ്രഭുവിന്റെ മോനല്ലേ നാട്ടുകാരെ വിളിച്ച് സദ്യ? ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. സൗകര്യം ഉണ്ടെങ്കിൽ നീ നാളെ പങ്കെടുത്താൽ മതി. അല്ലാതെ എനിക്കത്ര നിർബന്ധമൊന്നുമില്ല ഇതിൽ പങ്കെടുക്കണമെന്ന്. ഞാനിവിടെ ആഘോഷം നടത്തും. അത് ക്ലീൻ ആണ് പറയുന്നത്. തന്നെ നടക്കൂല. അതിന് പൈസ വേണം. പൈസ ഞാൻ ഇല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി മോഷ്ടിക്കും. എന്നാ നിനക്കൊല്ല കുഴപ്പമുണ്ടോ? എവിടെ കാര്യം പറഞ്ഞേക്കാം. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടരുത്. റബ്ബർ ഷീറ്റ് ഞങ്ങളിവിടെ കള്ളനും പോലീസും കളിക്കുവാ. അത് മനസ്സിലായി. എന്താ വിഷയം? എന്ത് വിഷയം? എന്ത് വിഷയം? അല്ല, എന്താ ഭയങ്കര ബഹളം കേട്ടല്ലോ. ഒരു വീടാകുമ്പോ ഇച്ചിരി ബഹളമൊക്കെ കേട്ടെന്നിരിക്കും. അല്ല, രാവിലെ ഭാര്യയ്ക്കും ഭർത്താവിന് വേറൊരു പണിയില്ല. അടുത്ത വീട്ടിൽ എന്ത് ബഹളം കേൾക്കുന്നു, എന്ത് നടക്കുന്നു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ നമ്മളെല്ലാം നോക്കണ്ടേ? അല്ല, നിങ്ങളെ വീട്ടിൽ ഇതുപോലെ ബഹളം കേൾക്കുമ്പോ ഞങ്ങളാരും അത് നോക്കാറില്ലല്ലോ. ഞങ്ങളിങ്ങനെ ബഹളമൊന്നും വെക്കാറില്ലല്ലോ. എന്തോ നിങ്ങള് ബഹളം വെക്കാറില്ലല്ലേ? നല്ല ജോഡികള്. എടാ, കയ്യിൽ പൈസ ഇല്ലാതെ ആവുമ്പോ ആളുകൾക്ക് പ്രാന്താവോ? പൈസ എല്ലാം നിന്നോട് ആരെങ്കിലും പറഞ്ഞോ? എന്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ, അതല്ലേ വിഷയം. എന്റെ കയ്യിൽ പൈസ ഉണ്ടാവോ ഇല്ലാവോ അതൊന്നും നീ അറിയേണ്ട കാര്യമില്ല. അപ്പൊ നിന്നോട് ഞാൻ പൈസ ചോദിച്ചോ? ഇല്ലല്ലോ. ഞാൻ നിനക്ക് കുറച്ച് പൈസ തരാം. അയ്യോ, നീ പലിശ ഒന്നും തരണ്ട. എനിക്ക് വേണ്ടെങ്കിലോ? എടാ, നീ അങ്ങ് നടത്തിയാ മതി. ക്രിസ്മസ് ഗംഭീരമായിട്ട് നടത്തണം. അതിന് കയ്യിൽ പൈസ ഇല്ല, ഇതല്ലേ വിഷയം. ഞാൻ തരാൻ പൈസ. അളിയൻ തന്ന വാഗ്ദാനം ഉണ്ടല്ലോ, അതിന് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. പക്ഷെ എനിക്ക് വേണ്ട നിനക്കൊന്നും തരാൻ പറ്റുമോ? എന്താണത്? ഇച്ചിരി മനസമാധാനം വേണം. അത് തരാൻ പറ്റുമോ? അത് ഒരിക്കലും തരാൻ പറ്റില്ല. അതിന് സ്വയം വിചാരിക്കണം. മനുഷ്യനെ ചൊറയുടെ രീതി കളിക്കരുത് കേട്ടോ. രാവിലെ നിനക്ക് പൈസ വേണമെങ്കിൽ ഞാൻ തരാം. എനിക്ക് നിന്റെ പൈസ വേണ്ടടാ. നിന്റെ പൈസ ഇല്ലാതെ എനിക്ക് ക്രിസ്മസ് ആഘോഷിക്കാൻ എനിക്കറിയാം. ഞാൻ കാണിച്ചു തരാം എങ്ങനെ ആഘോഷിക്കുന്നു. നീ എങ്ങനെ ആഘോഷിക്കും? എങ്ങനെയല്ല നമുക്ക് കാണാമല്ലോ. അവസാനം ഞാൻ തന്നെ ജയിക്കേണ്ടി വരും. എനിക്ക് ജയിക്കാൻ താല്പര്യമില്ലടാ. നിന്റെയോ നിന്റെ കുടുംബത്തിന്റെയോ നയ പൈസ എനിക്ക് വേണ്ട. ക്ലീറ്റോയാണ് ഈ പറയുന്നത്. വെറുതെ വാശി പിടിക്കല്ലേ ക്ലീറ്റോ ചേട്ടാ. ആവശ്യമില്ലാതെ ആണുങ്ങൾ സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഇടപെടരുത്. പൈസ രാവിലെ അത് ഇറങ്ങിക്കണം. ഞാനേ ഇനി ഇവിടെ നിന്നാൽ ശരിയാവൂല. എനിക്ക് എന്നെ തന്നെ അങ്ങോട്ട് ഇഷ്ടപ്പെടാതെ പോയി. എന്താ എന്ത് വിഷയം? ഒരു വിഷയമില്ല. ഒരു വിഷയവും ഇല്ലാന്ന്. പിന്നെ എന്തായിരുന്നു വഴക്ക്? ഞങ്ങൾ വർത്താനം പറഞ്ഞതാ. വർത്താനം പറയാ. ഞങ്ങൾ പല രീതിയിലും വർത്താനം പറയാറുണ്ട്. ആണോ? നടക്കൂല. നീ ഉദ്ദേശിക്കുന്ന കാര്യം ഇവിടെ വർക്കൗട്ട് ആവൂല. ഞാൻ എന്താ ഉദ്ദേശിച്ചത്? പാഷാണത്തി കൃമി. എന്ത്? അതല്ലേ ഇവിടെ ഒരു പണിയില്ലാതെ വന്നിരിക്കണേ. മോനെ, നിന്റെ പൈസ ഞങ്ങൾക്ക് വേണ്ട. ക്ലീറ്റോ ഒരു കാര്യം ഏറ്റിട്ടുണ്ടെങ്കിൽ അത് നടത്താൻ ക്ലീറ്റോനെ അറിയാം. നടത്തട്ടടി.
നീ ഒന്ന് സമാധാനപ്പെടും. ഞാൻ എങ്ങനെയാടാ സമാധാനമായിട്ട് നിൽക്കണേ? ക്രിസ്മസ് ആഘോഷം നടന്നില്ലെങ്കിൽ ഉണ്ടല്ലോ ഞാൻ പിന്നെ ജീവിച്ചിരിക്കൂല. ഞാൻ അത്രയ്ക്കാ വെല്ലുവിളിച്ച് എങ്ങനെ ഞാൻ ഇനി അവരെയൊക്കെ മൂത്ത് നോക്കും. എടേ സുരേഷ് പൈസ തരാമെന്ന് പറഞ്ഞല്ലേ, അവൻ പൈസ തരും. എടാ തരാന്ന് പറഞ്ഞ അവൻ ഇന്നലെയല്ലേ പൈസ അക്കൗണ്ട് ഇട്ടുതരാന്ന് പറഞ്ഞു. ഇത്ര സമയമായിട്ട് പൈസ വന്നിട്ടില്ല അക്കൗണ്ടിൽ. അവനെ വിളിച്ച ഫോൺ എടുക്കണമില്ല. എന്തോ ചെയ്യും? ഞാൻ അവനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. നീ ഒന്ന് സമാധാനപ്പെട്ടെ. അവന്റെ വേറൊരു നമ്പർ എൻ്റെ അടുത്തുണ്ട്. നിന്റെ കൂട്ടുകാരനാണെന്ന് അപ്പോഴേ എനിക്ക് തോന്നി നിന്നെ പോലെ തന്നെ ഇത് നടക്കൂല. ഞാൻ ഇനി എന്ത് ചെയ്യുവാൻ സാറേ? നീ എനിക്ക് എങ്ങനെയാലും പൈസ മറിച്ച് തന്നേ പറ്റുള്ളൂ. കാര്യം ഞാൻ പറയാം. ആ നമ്പർ സ്വിച്ച് ഓഫ് ആ ആണ്. ഇത് തന്നെയാണ് ഞാൻ നിന്നോട് മലയാളത്തിൽ പറഞ്ഞത്. ഞാൻ ഇന്നലെ വിളിക്കുകയാണ്. നിന്റെ കൂട്ടുകാരനെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി ഇത് തന്നെ. അവന് എന്ത് പറ്റിയെന്ന് അറിയാമല്ലോ. അല്ലെങ്കിൽ അവൻ ഫോൺ ആദ്യം എടുത്ത് സ്വിച്ച് ഓഫ് ചെയ്യുന്നതല്ലാന്നേ. ആ അത് തന്നെ ഞാൻ പറഞ്ഞേ. അപ്പൊ അവൻ പറ്റിച്ചതാ നിന്നെ പോലെ. നിന്റെ കൂട്ടുകാരനല്ലേ, ഇങ്ങനെയൊക്കെ തന്നെ വരും. നീ എന്താ ക്ലീറ്റസ് ആ വർത്താനം പറഞ്ഞത്? എന്റെ കൂട്ടുകാർ ആരൊക്കെ നിന്നെ സഹായിച്ചിട്ടുണ്ട്? നിനക്ക് എന്റെ സാഹചര്യം അതിനോട് ഇപ്പൊ അതൊന്നും പറഞ്ഞ് നിൽക്കാനുള്ള സമയമല്ല. ഞാനിനി പൈസക്ക് എന്ത് ചെയ്യും? ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റിയില്ലെങ്കിൽ ഉണ്ടല്ലോ നീ ഒരു കാര്യം ചെയ്യും. ഒരു വകുപ്പുണ്ട് നമുക്ക്. നമുക്ക് ആ സുരേന്ദ്രൻ മുതലാളി ഒന്ന് കണ്ടോളാം. അയാളെ കണ്ട അതൊന്നും നടക്കൂലടാ. എടേ നടക്കൂടെ, നീ ഒന്ന് പോസിറ്റീവായിട്ട് വാ. പഴയത് തന്നെ കുറെ കൊടുക്കാനുണ്ട് അയാൾക്ക്. അതൊന്നും വിഷയമല്ല. ഞാൻ അയാളുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും ഞാൻ കാശ് മേടിച്ചു തരാം. നീ വാ എന്തായാലും. എന്നെ കണ്ടല്ലോ, കണ്ടിട്ട് ഒരു കാര്യമില്ല. അങ്ങ് സാർ അങ്ങനെ പറയരുത്. ഈ പ്രാവശ്യത്തേക്ക് എങ്ങനെയെങ്കിലും ക്ലീറ്റസിനെ ഒന്ന് സഹായിക്കണം. ആവശ്യമൊന്നല്ല, നടക്കത്തില്ല. എന്നെ ഈ കാണുന്ന പോലെ വളരെ ദാരിദ്ര്യമായിപ്പം. ഒന്നാമത്തെ ഈ GST എന്ന് പറയുന്ന സാധനം വന്നേ പിന്നെ പരമദാരിദ്ര്യം. എനിക്കെന്നല്ല, GST. GSTയും കുബേരായിട്ട് എന്തോ ബന്ധം? GSTയും കുബേരയൊക്കെ ആയിട്ട് ബന്ധമുണ്ട്. ഇവിടെ നിന്നിട്ട് കാര്യം ചെല്ലേ. എന്റെ അവസ്ഥ മുതലാളിക്ക് അവസ്ഥയൊക്കെ എനിക്ക് നല്ലോണം അറിയാം. ആദ്യം മേടിച്ച പണം ഇങ്ങോട്ട് തരിക. ഞാൻ അത് കഴിഞ്ഞിട്ടാവാം പിന്നീടുള്ള. ആദ്യം മേടിച്ചതും ഇപ്പം മേടിക്കണേ കൂടെ ക്രിസ്മസ് കഴിഞ്ഞ ഒരു 10 ദിവസം കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ, നിന്നിട്ട് കാര്യമില്ല, വേഗം വയ്ക്കും. കാര്യം പിടിക്കണ്ട, ഒന്നും പിടിക്കണ്ട, കയ്യും പിടിക്കണ്ട. എനിക്ക് തരാനില്ല. മുതലാളി അങ്ങനെ പറയരുത്. ഈ പ്രാവശ്യത്തൊന്നും സഹായിച്ചേ പറ്റും മുതലാളി. എന്നാ പിന്നെ താനം കൊണ്ട് കൊടുക്കും. മുതലാളി അത് എന്റെ കയ്യിലുണ്ടായിരുന്ന ഞാൻ ക്ലീറ്റസിനെ വിളിച്ചു കൊണ്ട് വരും. എന്റെ കയ്യിലില്ല. ഞാൻ പറഞ്ഞല്ലോ പലവട്ടം. മുതലാളി അത് പറയരുത് മുതലാളി. മുതലാളി അങ്ങനെ പറയരുത്. വളരെ അത്യാവശ്യമാണ്. അവൻ ഈ പ്രാവശ്യം ഒന്ന് സഹായിച്ചേ പറ്റും മുതലാളി. പ്രാവശ്യം നല്ല സഹായിക്കുന്നില്ല മുതലാളി. വളരെ അത്യാവശ്യമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യം ക്രിസ്മസ് ആഘോഷിച്ചില്ലെങ്കിൽ ആകെ പ്രശ്നവും. മുതലാളി എന്തെങ്കിലും ഒരു സഹായം ചെയ്തേ പറഞ്ഞില്ലേ? മുതലാളി അങ്ങനെ പറയരുത് പ്ലീസ്. ഞാൻ മുതലാളിയുടെ കാല് പിടിക്കാം മുതലാളി പ്ലീസ്. താൻ ആരാണെന്ന് എന്റെ വിചാരം? താൻ എവിടുത്തെ മുതലാളിയാണോ? തന്നെ ആരാ മുതലാളി എന്ന് വിളിക്കണേ? നീ എന്തൂടെ? ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് സംസാരിച്ചോണ്ടിരിക്കുമ്പോ നീ ചുമ്മാ. തന്റെ നക്കാപ്പിച്ച പൈസ എനിക്ക് വേണ്ടെങ്കിലോ? അടുക്ക സുരേന്ദ്ര, കുറെ നാളായി ഞാൻ നോക്കാണ്. ആർക്കെങ്കിലും ഇത്തപ്പോഴും പൈസ വന്നിട്ട് പിന്നെ മുതലാളി ജോലി നടക്കാണ്. തനിക്ക് ദാരിദ്ര്യം അല്ലേ? തന്റെ ദാരിദ്ര്യമൊക്കെ ഞാൻ അവസാനിപ്പിച്ചു തരാം. നിന്റെ പഴയ കഥയൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. നീ ചുമ്മാ അറിയാമോടാ ഇയാളെ? എടാ ഇളപ്പഴിഞ്ഞ് ചന്തയിൽ ദിവസ കച്ചവടത്തിന് പാവങ്ങൾക്ക് നക്കാപ്പിച്ച് കൊടുത്തിട്ട് വൈകുന്നേരം ആകുമ്പോ അത് മുഴുവനോടെ കൊണ്ടുപോകണം. അങ്ങനെ വിഴിഞ്ഞാണെങ്കിൽ ഈ മുതലാളിയായത് അയാളെ ഒരു നെപ്പും നടപ്പും. ഞാൻ നോക്കിക്കോ, തന്നെ ഞാൻ ഗോതമ്പുണ്ട തീറ്റിക്കൂടോ? നീ ചുമ്മാ ഒന്ന് അടങ്ങിരി. ഞാൻ എങ്ങനെയെങ്കിലും പൈസ വേണ്ടേ? വേണ്ടടാ, ഇയാളുടെ പൈസ ഇനി വേണ്ടാന്ന്. പിന്നെ എവിടുന്ന് പൈസ? പൈസ കർത്താവ് തന്ന്. നമ്മുടെ സുരേഷ് പൈസ ഇട്ട അക്കൗണ്ടില്. സുരേഷ് പൈസ ഇട്ടാ? ഞാൻ പൊക്കോളാം. എന്ത് ചെയ്യും? പോയില്ല താൻ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? താനെ പോലീസിനെ വിളിക്കുക, ആരെ വിളിക്കുക? തന്നെ ഇപ്പൊ ഞങ്ങൾ അകത്താക്കും. പക്ഷെ അത് വേണ്ട, ക്രിസ്മസ് കഴിഞ്ഞിട്ട് ഇപ്പൊ സമയമില്ല. ക്രിസ്മസ് കഴിയട്ടെ. ഞങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ? തന്നെ കാണിച്ചു തരാം. ക്രിസ്മസ് കഴിഞ്ഞിട്ട് ആളെ നമുക്ക് കുബേരയിൽ പൊക്കിക്കണോ? അല്ലയാ പൊക്കും നിങ്ങളെ നോക്കിക്കും. നിങ്ങളെ നോക്കിക്കോ.